കളമശ്ശേരി മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി പുതുതലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയുമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി അയിരൂർ സെന്റ് തോമസ് സ്കൂളിൽ നടന്ന കുട്ടി കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷി നമ്മുടെ സംസ്കാരമാണ്, പാരമ്പര്യമാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനുള്ള പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. കൃഷിയെക്കുറിച്ചും ഭക്ഷ്യ തൊഴിൽ സംസ്കരണത്തെക്കുറിച്ചും തൊഴിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു പാഠപുസ്തകം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് ഈ പാഠപുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. തൊഴിലിനോടും കൃഷിയോടും ആഭിമുഖ്യം വളർത്തുന്നതിനോടൊപ്പം നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ കുട്ടി കർഷക സംഗമം പുതിയ ഒരു അനുഭവമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുസ്ഥിര വരുമാനം നൽകുന്നതിലൂടെ ഈ സംരംഭം സുസ്ഥിര വികസനത്തിൻ്റെ സത്തയ്ക്ക് മുൻഗണന നൽകുന്നു. സാമ്പത്തിക വളർച്ച, സാമൂഹിക ഉൾപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്തുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2 വർഷം മുമ്പ് ഈ സമഗ്രമായ ആരോഗ്യം പരിപോഷിപ്പിക്കുക, സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുക, സുരക്ഷിതവും ഉയർന്ന ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സമഗ്രമായ കാർഷിക വികസനം കൈവരിക്കുകയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി ലക്ഷ്യമിടുന്നത്. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സുസ്ഥിര വരുമാനം നൽകുന്നതിലൂടെ സുസ്ഥിര വികസനം, സാമ്പത്തിക വളർച്ച, സാമൂഹിക ഉൾപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ കൂടി നടപ്പിലാക്കുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മന്ത്രി പി രാജീവിൻ്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. 2 വർഷം മുമ്പ് ഈ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകളെയും 17 സഹകരണങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. 17 സംഘങ്ങളുടെ കീഴിൽ 159 സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് വിള ഉൽപ്പാദനത്തിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന 4000-ഓളം കർഷകരെ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇനി അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും സംസ്കരിക്കുകയും വിപണനം ചെയ്യുകയും ശീതീകരിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റുകളാക്കി അവ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുക എന്നിങ്ങനെയാണ് ലക്ഷ്യങ്ങൾ. ഇത്തരത്തിലുള്ള നിരവധി മാതൃകകൾ ഉയർന്നു വന്ന് നമ്മുടെ സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തെ തിരികെടുക്കാൻ കഴിയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. അയിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാന്തല്ലൂർ മില്ലറ്റ് കോർഡിനേറ്റർ ജോഷി വർഗീസ്, മണ്ണൂത്തി കേരള കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഹെഡ് പ്രൊഫസർ ബിനോ പി ബോണി, കുട്ടി കർഷകരായ PS അഭിനവ, CR ശ്രീനന്ദ, NB ദേവാനന്ദൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CM വർഗീസ്, കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ വിജയൻ പള്ളിയാക്കൽ, സംഘാടക സമിതി അംഗം നാസർ മഠത്തിൽ, അയിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CT ജോസ്, സ്കൂൾ പ്രിൻസിപ്പൽ TJ സിജോ, ഹെഡ്മാസ്റ്റർ ജോജോ തോമസ്, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആലുവ.